ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ തൂതപ്പൂരം ഇങ്ങ് അടുത്തെത്താനായി. മെയ് 12-നാണ് പ്രസിദ്ധമായ വലിയ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള, ആളുകൾ കാണാൻ കൊതിക്കുന്ന ഒരു പൂരപ്പെരുമ എന്നൊക്കെ പറയുന്ന തൂതപ്പൂരം ആഘോഷിക്കാൻ പോകുന്നത്. നോക്കൂ, നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന്റെ അതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഒരു മിനി തൃശ്ശൂർ പൂരം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഉത്സവ മാമാങ്കമാണ് തൂതപ്പൂരം. ഈ തൂതപ്പൂര മാമാങ്കത്തിൽ 2 വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിലേക്ക് 2 വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളത്. എ വിഭാഗവും ബി വിഭാഗവും. എന്റെ കൂടെ ഉള്ളത് ബി വിഭാഗത്തിലെ ടീം അംഗങ്ങളാണ്, ആഘോഷ കമ്മിറ്റി ആളുകളാണ്. ബി വിഭാഗത്തിന്റെ പ്രസിഡന്റ് സന്തോഷ് വട്ടത്ത്, സന്തോഷ് മാഷ് നമുക്കൊപ്പം ചേരുകയാണ്. മാഷ്, അതിഗംഭീരമാണ്, ആനകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇത്തവണ ബി വിഭാഗം തൂക്കുവോ പൂരം? ഉറപ്പല്ലേ? ഉറപ്പാണ്. വർഷങ്ങളായിട്ട് ഈ തൂതപ്പൂരത്തിന്റെ ഏറ്റവും മുഖ്യ ആകർഷണം ബി വിഭാഗം കമ്മിറ്റികളുടെ ആനകളും അതുപോലെ ചമയങ്ങളും തന്നെയാണ്. ഈ വർഷവും പതിവിന് വ്യത്യാസം ഇല്ല. ഏറ്റവും മികച്ച കേരളത്തിലെ തലയെടുപ്പുള്ള 15 ഗജവീരന്മാർ തന്നെയാണ് ബി വിഭാഗത്തിലെ 14 കമ്മിറ്റികൾ ചേർന്ന് അണിനിരത്തുന്നത്. കേരളത്തിന്റെ രാജാവ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനകളെല്ലാം തന്നെ ഈ 14 കമ്മിറ്റികൾ വലിയ തുക ഏക്കം നൽകിക്കൊണ്ട് തന്നെയാണ് തൂതപ്പൂരത്തിന് അണിനിരത്തുന്നത്. അതുപോലെ തന്നെ പൂരത്തിന്റെ മുഖ്യ ആകർഷണം കുടമാറ്റം തന്നെയാണ്. ഈ കുടമാറ്റത്തിനും അതുപോലെ തന്നെ ചമയ പ്രദർശനവും ഏറ്റവും ഭംഗിയായി വർഷം തോറും സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം ശ്രീപാദം, ചൂണ്ടൽ ശ്രീപാദം ആണ് ചമയങ്ങൾ ഒരുക്കുന്നത്. അതുപോലെ തന്നെ കുടകൾ തൃശ്ശൂർ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെതാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ആനകളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ എപ്പോഴും ഞാൻ ഒരു പ്രത്യേക വിഭാഗത്തിന് എടുത്ത് പറയല്ല, പക്ഷെ ബി വിഭാഗത്തിന്റെ ആനകളുടെ നിര എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ തലപൊക്കമുള്ള ഒരു ഗജവീരന്മാർ തന്നെ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും. കാരണം ഇത് ഈ ഒരു പൂരം എന്ന് പറയുന്നത് ബി വിഭാഗത്തിന്റെ പൂരമാണെന്ന് എല്ലാ തവണയും ഒരു ഭയങ്കര അഹങ്കാരം എന്ന് പറയല്ല, പക്ഷെ ഒരു ആത്മവിശ്വാസവും അഹങ്കാരം ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ പറയും അല്ലെ. എന്താണ് ഇത്തവണത്തെ ഗജവീരന്മാർ ആരൊക്കെയാണ്? ഇപ്രാവശ്യത്തെ തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ് തിറമ്പേറ്റുന്നത്. മൂച്ചിത്തോട്ടം കമ്മിറ്റിയാണ് രാമചന്ദ്രനെ കൊണ്ടുവരുന്നത്. അതുപോലെ തൂതദേശത്തിന്റെ പുതുപ്പള്ളി കേശവൻ, പടിഞ്ഞാറേ നടുവട്ടം ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ, തെക്കുമുറി ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരൻ, വടക്കുമുറി ദേശം കുട്ടംകുളങ്ങര അർജുനൻ, ആലഞ്ചുവട് ഊക്കൻ കുഞ്ചു, പടിഞ്ഞാറ്റുമുറി പുതുപ്പള്ളി സാധു, ചങ്ങമ്പുഴ പാമ്പാടി സുന്ദരൻ, ഹെൽത്ത് സെന്റർ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, കിഴക്കേ തെക്കുമുറി തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ, വേട്ടേക്കരങ്കാവ് പാക്കത്ത് ശ്രീകുട്ടൻ, മൂച്ചിത്തോട്ടൻ. 2 ആനകളെ കൊണ്ടുവരുന്നുണ്ട് അവര്. 2ാമത്തെ ആനയായിട്ട് ശങ്കരൻകുളങ്ങര ഉദയൻ, ഇലഞ്ഞിക്കൽ കമ്മിറ്റി മച്ചാട് ധർമ്മൻ, കുണ്ടുപുറം കമ്മിറ്റി മുള്ളത്ത് ഗണപതി, മാരായമംഗലം കമ്മിറ്റി മംഗലാംകുന്ന് മുകുന്ദൻ. അങ്ങനെ ഏറ്റവും പേരുകേട്ട 15 ഗജവീരന്മാർ തന്നെയാണ് ബി വിഭാഗം അണിനിരത്തുന്നത്. ഇത്തരത്തിൽ ഉത്സവം ഗംഭീരമാക്കാനുള്ള പരിപാടി തന്നെയാണ്. അതെ, സംശയമില്ലല്ലോ. ഒരു മാറ്റമില്ല. ഈ വിഭാഗത്തിന്റെ ഭാഗമായിട്ട് ഒരു നിലപ്പന്തലും കൂടെ ഉണ്ട്. ഈ പ്രശ്നം കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതാണ്. കയറി വരുന്ന ജംഗ്ഷനിൽ ഒരു 90 അടി ആയിട്ടുള്ള നിലപ്പന്തലും കൂടി കഴിഞ്ഞ വർഷം 80 അടി 90 അടി ഉള്ള ഉണ്ടായിരുന്നു. ഈ വർഷം അതേമാതിരി ഓരോ വർഷം കഴിയുന്നതും അതിന്റെ അകത്ത് കൂടി വരുന്നു. കുറച്ച് മോഡൽ പ്രാവശ്യം കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഗംഭീരാണ്. ആനകളൊക്കെ എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആനകളെ ലിസ്റ്റ് പുറത്തു വന്നു. നമ്മൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തന്നെയായിരിക്കും. ആ ഒരു രാമരാജാവ് ഈ തൂതയിലേക്ക് കടക്കുന്നത് ആ ഹർഷാരവത്തോടെ, പുരുഷാരവം ഒറ്റയടിക്ക് സ്വീകരിക്കുന്ന ഒരു വരവുണ്ട് അല്ലെ. എന്താ വെച്ചാൽ കേരളത്തില് ഇത്രയും നല്ലൊരു പൂരപ്പം നമ്മുടെ തൂതപ്പൂരമായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആനകൾക്ക് അനുസരിച്ച അണിനിരത്തിലാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 2012 അളവിലാണ് നമ്മൾ ആനകൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് കറക്റ്റ് സ്ഥാനം കിട്ടുന്നില്ല. ഇപ്പത്തെ നമ്മുടെ തൂതപ്പൂരം വെച്ചാൽ നമ്മൾ ആനകൾക്ക് അനുസരിച്ച സ്ഥാനം, അതായത് കാണാൻ ഭംഗിയിൽ കൂടി നമ്മളത് പൂരപ്രാവശ്യം അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേപോലെ നിലപ്പന്തലായാലും ചമയപ്രദർശനമായാലും എല്ലാ പ്രാവശ്യം തൂതപ്പൂരം എന്ന് പറഞ്ഞാൽ ബി വിഭാഗത്തിന്റെ കയ്യിലായിരിക്കും ഇപ്രാവശ്യം. വലിയ ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. എന്താണ് പൂരവിശേഷം? എന്താ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. വരലെണ്ണാവുന്ന ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം കൊണ്ടും ഒരുങ്ങി കഴിഞ്ഞു. ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ഭംഗിയാക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാതും. ഓരോ തവണയായിട്ട് ഇനിയിപ്പോ പറഞ്ഞ നിലപ്പന്തലിന്റെ കാൽനാട്ട ചടങ്ങ് രാവിലെ
അത് തൊട്ടിട്ട് ഉത്സവം തുടങ്ങായി, തൊട്ടിട്ട് പന്തലിന്റെ പണി തുടങ്ങാണ്. 5 ദിവസം ഉണ്ടാവും പന്തല് ലൈറ്റോട് കൂടിയിട്ട്, ഫുൾ ഡിജിറ്റൽ ലൈറ്റോട് കൂടിയിട്ട്. പൂരത്തിന് ഇനി ഉത്സവരാവ് തുടങ്ങിയിട്ട് വിഷു ആയ 1-ാം തീയതി ആയി കഴിഞ്ഞാൽ ഉത്സവരാവ് തന്നെയാണ്. ഇനി ഓരോ ദിവസം ചെല്ലിനോടത്തോളം അതിന്റെ ടെൻഷനും ആവേശവും കൂടി വരികയാണ്. പിന്നില് പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കൂടുതൽ ടെൻഷനുള്ള ദിവസങ്ങളാണ് ഇനി. അതാണ് കഴിഞ്ഞാൽ ഒരു സമാധാനത്തിലേക്ക് എത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഭാഗത്തില് നമ്മളെ കൂടെ കുറച്ച് പേരേ ഉള്ളൂ. ഓരോ കമ്മിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ ചുറ്റും ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഓരോ ദേശത്തും നിരവധി ആളുകളാണ്. കാരണം അവരൊന്നും നമുക്ക് സ്ക്രീനിൽ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല, പക്ഷെ പൂരം ദിവസം നമ്മൾ എല്ലാവരും കാണിക്കും അല്ലെ. നമ്മള് 14 പ്രാദേശിക കമ്മിറ്റികളാണ് വിഭാഗത്തിലുള്ളത്. ഈ 14 കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുത്ത ഈ 2 പേരാണ് വിഭാഗം കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത്. ഈ 28 പേര്, ഈ 28 പേരാണ് ഈ വിഭാഗം പൂരം ചുക്കാൻ പിടിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും, ആനകളുടെ കാര്യമായാലും, പിന്നെ ചമയ പ്രദർശനമായാലും, പന്തലിന്റെ കാര്യത്തിലായാലും, എല്ലാ കാര്യത്തിലും വളരെ ഒത്തൊരുമയോടുകൂടിയാണ് ഈ 14 കമ്മിറ്റികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 14 കമ്മിറ്റിമാര് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ്. ഇവരെല്ലാം ചേർത്ത് പിടിക്കണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് വേണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് വിഭാഗം കോർഡിനേഷൻ കമ്മിറ്റി. ആ ഒരു കെട്ടുറപ്പ് തന്നെയാണ് ഈ പൂരത്തിന്റെ ഇത്രയും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന. കാരണം അസ്വരസ്യങ്ങളൊന്നും ഇല്ലാതെ അതൊന്നും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് എത്തിച്ചേരുക. എല്ലാവരും ഈ പറഞ്ഞ വിഭാഗം കോർഡിനേഷൻ കമ്മിറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ട് തന്നെയാണ് എല്ലാവരും വരല്. ആ ഒരു തന്നെയാണ് ഈ പൂരം ഇത്രയും ഹൈലൈറ്റ് ആവാൻ കാരണം. വിഭാഗം അതില് തലയെടുപ്പോടെ നിൽക്കാനും കാരണം ഈ 14 കമ്മിറ്റികൾ തന്നെയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. വെയില് അസാധ്യമായ വെയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും, എത്ര മണിക്കായിരിക്കും ക്ഷേത്രത്തിലേക്ക് ആനകളെല്ലാം എഴുന്നള്ളത്? ഞങ്ങള് സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചത് 5 മണിയോട് കൂടിയിട്ട് പൂരങ്ങൾ എത്തണമെന്നാണ്. 5 മണിക്കൊക്കെ വെയില് 5-5:30 കൂടിയിട്ട് വെയില് താഴും. അപ്പൊ ആ സമയം മുതൽ ആനകൾ എത്തും. നമ്മൾ കൃത്യം 6 മണിക്ക് തന്നെ കുടമാറ്റം ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു 6-7 മണിയോട് കൂടിയിട്ട് 6-6:45 കൂടിയിട്ട് മേളം ആരംഭിക്കും. ആ മേളത്തിലും ഈ ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലുള്ള പ്രാദേശിക കമ്മിറ്റികൾ ഒരുപാട് വിദഗ്ധരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വാദ്യകലാകാരന്മാരെ സെൻട്രൽ കമ്മിറ്റിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈ പൂരത്തിന്റെ എല്ലാ മേഖലയിലും വിഭാഗത്തിലെ കയ്യൊപ്പുണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പൊ എന്തായാലും അതിഗംഭീരമായ എന്താ പറയാ, അതിഗംഭീരമായ ഒരു തലയെടുപ്പോട് കൂടിയിട്ട് തന്നെയാണ് ബി വിഭാഗത്തിന്റെ നേരത്തെ പറഞ്ഞ 14 കമ്മിറ്റികളും ഒരുമിച്ച് ഒരു കുടക്കയിൽ നിന്നുകൊണ്ട് ഈ പൂരം ആഘോഷിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മെയ് 12-ന് അതായത് വിഭാഗം ചമയ പ്രദർശനം കാണാൻ വരുന്ന എല്ലാവർക്കും ഒരു സമ്മാന കൂപ്പൺ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. എല്ലാവർക്കും എന്നാണ് ചമയ പ്രദർശനം പറഞ്ഞിട്ടില്ല. ചമയ പ്രദർശനം 9-ാം തീയതി 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം. അല്ല 10-ാം തീയതി മെയ് 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി 10 മണി വരെ 11 മണി വരെയൊക്കെ അന്നുണ്ട്. നാളെ ദിവസം രാത്രി 12 മണി, രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ ഉണ്ട്. പൂരത്തിന്റെ അന്നില്ല, കാളകളുടെ അന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. അപ്പൊ വരുന്ന എല്ലാവരും ഓരോ കൂപ്പൺ എടുത്തിട്ട് സഹകരിക്കുക. 10ഓളം സമ്മാനങ്ങൾ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുന്നേ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അതിവിപുലമായ സമ്മാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതും കൂടി കാഴ്ചക്കാർക്ക് വിഭാഗത്തിന്റെ ഒരു എത്ര മണിക്ക് നറുക്കെടുക്കും? കാളകളുടെ അന്ന് രാത്രി 12 മണിക്ക്. എന്തായാലും ഗംഭീരമാവട്ടെ. വിഭാഗം അങ്ങനെ എല്ലാം കൊണ്ടും സജ്ജമാണ്, എല്ലാ രീതിയിലും കൊണ്ടും സജ്ജമാണ് ഈ പൂരം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. മെയ് 12-ന് കൃത്യം 2 മണി മുതൽ തത്സമയ സംരക്ഷണമായി വൺ ന്യൂസിന്റെ എല്ലാ സംഘങ്ങളും റെഡിയായി കഴിഞ്ഞു. തൃശ്ശൂർ പൂരം കവർ ചെയ്ത ക്ഷേത്ര മീഡിയയാണ് നമുക്കൊപ്പം ഈ തത്സമയ സംപ്രേഷണത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൂരം മഹോത്സവം അതിഗംഭീരമായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് മെയ് 12-ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം.
നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.